ഹായ് വെൽക്കം ടു കോഡിയോറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് PDF-നെ പോഡ്കാസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ടൂളാണ്. ഇതിൻ്റെ പേര് നോട്ട്ബുക്ക് LM എന്നാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് PDF-കൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അതിനെ നമുക്ക് പോഡ്കാസ്റ്റായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് വായിക്കുന്നതിന് പകരം ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് ഒരു ബുക്ക് വായിക്കുന്ന ഒരു പ്രയോജനം നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോഡ്കാസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് PDF-നെ പോഡ്കാസ്റ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് നോട്ട്ബുക്ക് LM. ഗൂഗിളിൻ്റെ തന്നെ ടൂളാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോകാൻ നോട്ട്ബുക്ക് LM എന്ന് കൊടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് കിട്ടുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് ട്രൈ നോട്ട്ബുക്ക് LM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഓൾറെഡി നമ്മൾ ഗൂഗിളിൽ നമ്മുടെ ക്രോമിൽ ഗൂഗിൾ ലോഗിൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗൂഗിൾ ID വെച്ചിട്ട് ഇതിനകത്ത് ലോഗിൻ ആവും. അപ്പോൾ നമ്മൾ ഈ ട്രൈ നോട്ട്ബുക്ക് LM എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് കയറും. നമ്മുടെ ഇവിടെ ഒരു എഗ്രിമെൻറ്റ് കാണിക്കും. നമ്മളവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് ആ പ്ലസ് സൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടും. കണ്ടോ, ഇവിടെ ഒരു അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മളിവിടെ ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫോൾഡേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് വേണ്ടുന്ന PDF നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പിൽ പോയിട്ട് നമുക്ക് ഏതാണോ അപ്ലോഡ് ചെയ്യുന്നത്, ഞാനിപ്പോൾ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്നൊരു ബുക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ PDF ഇവിടെ അപ്ലോഡ് ആവും. PDF അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു FAQ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ അത് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ലാസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഓൾറെഡി PDF ഇപ്പം അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ ക്രിയേറ്റ് 10 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു AI ടൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്വസ്റ്റ്യൻസ് ആൻസറും ആഡ് ചെയ്യും. ഇത് നമ്മുടെ PDF-ൽ നിന്ന് തന്നെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസും ആൻസറും ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ഈ PDF-ൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ, ഡീപ് ഡൈവ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ടു ഹോസ്റ്റ് സംസാരിക്കുന്ന രീതിയിലാണ് നമുക്കിതിപ്പം ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ രണ്ടുപേര് മാറി മാറി സംസാരിക്കുന്ന രീതിയിലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ 2 ഹോസ്റ്റിൻ്റെ തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ജനറേറ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തുടങ്ങും. അതിന് നമ്മുടെ PDF-ൻ്റെ സൈസ് അനുസരിച്ച് ടൈം എടുക്കും. നമ്മൾ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ PDF-ൻ്റെ സൈസ് അനുസരിച്ച് ഇതിന് ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് ടൈം അതിന് കൊടുക്കുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പം AI അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് PDF-ൽ നിന്ന് ഓഡിയോ ആയിട്ട് പോഡ്കാസ്റ്റായിട്ട് അത് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ PDF-ൻ്റെ സൈസ് അനുസരിച്ച് ചെറിയ PDF ആണെങ്കിൽ പെട്ടെന്ന് കൺവേർട്ട് ആവും. ഇത് കുറച്ച് വലിയ PDF ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബുക്കിൻ്റെ PDF ആണ്. അപ്പം നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫുൾ കൺവേർട്ട് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓഡിയോ ആയിട്ട് ഇത് കൺവേർട്ട് ആയി. ഇപ്പോൾ ഇത് പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Right, so today we're diving deep into the Miracle Morning Routine. Ooh, interesting. Yeah, it's by Hal Elrod. And basically what we're going to be doing today is trying to really understand, how, like, just changing the way you approach your mornings can have like a ripple effect on your whole life. Yeah, I'm curious about this. I mean, we've all heard, win the morning, win the day kind of. Exactly. So we're going to be looking at a bunch of stuff. Like we're going to be looking at Hal's own personal story. Okay. ഇതൊരു 23 മിനിറ്റ്സ് ഉള്ള ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മുടെ PDF-നെ ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര PDF ആണെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോഴത്തേക്കും ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ
ഓഡിയോ ഫയലായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഫ്രീ AI ടൂളാണ്. നിങ്ങൾക്ക് ആർക്കും ഇത് യൂസ് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് ഗൂഗിളിൻ്റെ തന്നെ ടൂളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.